നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് കണ്ടാലോ അല്ലേ? ന്യൂ ഇയർ ആണ്, ഫസ്റ്റ് ഡേ ഓഫ് ദി ഇയർ. എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. ഞാൻ ആദ്യത്തെ കുറേ കാർഡ്സ് അങ്ങ് എടുക്കുവാണ്. ഓക്കെ, സമയങ്ങളെ ഉണ്ടല്ലോ. നോക്കട്ടെ. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവർക്ക് ജീവിതത്തിൽ കിട്ടിയ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അവർ അറിയാതെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കാറുണ്ടെന്ന്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതുപോലൊരു ബ്ലെസ്സിങ് ആണ്, അത് അവർ പ്രശ്നമാക്കി എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം ശരിയാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായി വിട്ട് കളയാൻ തീരുമാനിച്ചിട്ടില്ല. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. എന്തുണ്ടെങ്കിലും സംസാരിച്ച് ശരിയാക്കാം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങളുടെ സ്നേഹം ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ, നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാവട്ടെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സ്നേഹം അത് അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ ഡേ ഡ്രീമിങ് ചെയ്യുകയാണ് അവർ. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് അവർക്ക് കേട്ടോ. റീയൂണിയൻ, വാവ്, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് വരും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്കെന്നും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. നീ ടാരോ, ഐ ലവ് യു. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് മിക്കവാറും ഒരുപാട് പേർക്ക് ഇന്ന് കോൾ, മെസ്സേജ്, കോൺടാക്റ്റ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നേരിട്ട് വന്ന് നിങ്ങളെ കാണാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം അവർ പറയാനും സാധ്യതയുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് നാച്ചുറലി ശ്രദ്ധിക്കും, കാരണം ന്യൂ ഇയർ ആണ്. നിങ്ങൾ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഫോളോ ചെയ്യുമല്ലോ. നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്, ഫോട്ടോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, ചാരിയറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളെ കാണാൻ വരുന്നു എന്നും കാണുന്നു. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും ഫീൽ ചെയ്യുന്നു എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഫാമിലി തന്നെയാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് സൺ വെച്ചിട്ട് നിങ്ങൾ അവരെ ഒരുപാട് ഹാപ്പി ആക്കുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്, നിങ്ങളെ കാണുന്നത് എല്ലാം അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സ് വളരെയധികം സന്തോഷിക്കാറുണ്ട് നിങ്ങളെ കാണുമ്പോൾ എന്നും പറയാൻ ആഗ്രഹിക്കുന്നു.